തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഇരട്ടക്കുട്ടികളെയും അമ്മയെയും പുറത്താക്കി വീട് പൂട്ടിയ സംഭവത്തിൽ കോടതിയുടെ ഇടപെടൽ. കുട്ടികൾക്കും അമ്മയ്ക്കും വീട്ടിൽ പ്രവേശിക്കാൻ നെയ്യാറ്റിൻകര കോടതിയുടെ ഉത്തരവ്. വിഴിഞ്ഞം SHOയ്ക്കാണ് കോടതി നിർദ്ദേശം നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വിഴിഞ്ഞം വവ്വാമല സ്വദേശിയായ അജിത് റോബിൻ ഭാര്യ നീതുവിനെയും ഇരട്ടക്കുട്ടികളെയും പുറത്തിറക്കി വീട് പൂട്ടി കടന്നു കളഞ്ഞത്. സർക്കാർ ജീവനക്കാരൻ കൂടിയായ അജിത് റോബിൻ കഴിഞ്ഞ 3 വർഷക്കാലമായി ഭാര്യയ്ക്കും മക്കൾക്കും ചെലവിന് പോലും നൽകാറില്ല. ഇത് സംബന്ധിച്ചതുൾപ്പെടെയുള്ള പരാതിയുമായി നീതു നെയ്യാറ്റിൻകര കോടതിയിൽ പോയി മടങ്ങിയ ദിവസമായിരുന്നു അജിത് റോബിൻ വീട് പൂട്ടി താക്കോലുമായി കടന്നു കളഞ്ഞത്. എൻ്റെ ഒരു കൊച്ചിന് ഒരു കിഡ്നി ഇല്ല, ഹൈഡ്രോട്ടിൻ്റെ പ്രോസസ്സ് വന്ന് കിഡ്നി പോയതാണ്. ആ 2 കുട്ടികളെയും പുറത്താക്കിയിട്ടാണ് വീട് പൂട്ടി പോയത്. മരുന്ന് എല്ലാ സാധനങ്ങളും വീട്ടിനകത്താണ്, ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്ത് ചെയ്യണമെന്നൊരു നിവൃത്തിയില്ല. അലൂമിനിയം ഫാബ്രിക്കേഷൻ ജോലിക്കാരനായിരുന്ന അജിത് റോബിൻ 2018-ലാണ് നീതുവിനെ വിവാഹം കഴിക്കുന്നത്. അന്ന് ആവശ്യപ്പെട്ട 65 പവന്റെ സ്വർണവും കാറും നീതുവിന്റെ കുടുംബം സ്ത്രീധനമായി നൽകിയിരുന്നു. 4 വർഷം പിന്നിടുമ്പോൾ മലപ്പുറം പൊന്നാനിയിലെ മുനിസിപ്പാലിറ്റിയിൽ ജീവനക്കാരനായി അജിത് റോബിൻ പ്രവേശിച്ചതോടെയാണ് സ്ഥിതിഗതികൾക്ക് മാറ്റം വന്നത്. സർക്കാർ ജോലിക്കാരനായ തനിക്ക് കൂടുതൽ സ്ത്രീധനം നൽകണമെന്നാവശ്യപ്പെട്ടു. 20 ലക്ഷം രൂപയും നീതുവിന്റെ മാതാപിതാക്കളുടെ കയ്യിലുള്ള 25 സെന്റ് സ്ഥലവും ഇയാൾക്ക് നൽകണമെന്നായിരുന്നു ആവശ്യം. ഈ തർക്കങ്ങൾക്കിടയിലാണ് ഭർത്താവിന്റെ കൊടും ക്രൂരത. ഇരട്ടക്കുട്ടികളിൽ ഒരു കുട്ടി വൃക്കരോഗിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടിലായതോടെ കഴിഞ്ഞ വർഷം കുട്ടികളുടെ പഠനം പാതി വഴിയിൽ മുടങ്ങിയിരുന്നു. സംഭവത്തിൽ കോടതി ഇടപെട്ടതോടെ വിഴിഞ്ഞം SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി വീടിന്റെ പൂട്ടുപൊളിച്ച് കുടുംബത്തെ അകത്ത് കയറ്റുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.